നമ്മൾ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം പോകുന്നൊരു വ്ളോഗാണ്. മുന്നേ കുറേ തവണ പോയിട്ടുണ്ട്. അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും സക്സസ് ആയിട്ടില്ല. അപ്പം ഇത് സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഏർലി മോർണിംഗ് ആണ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കും മറ്റൊക്കെ രാവിലെ അങ്ങ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ്. ഇനി ബാക്കിയുള്ള വീഡിയോസ് കാണാം. ഗൈസ്, നമ്മുടെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ജേണി ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പോൾ ടൈം ഒരു 3:45. നമുക്ക് നോക്കാം. നമ്മളൊരു 3 മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറങ്ങാൻ പറ്റിയില്ല. സോ we are going from here. Okay. Are you excited? Yes. Yes, we are excited. Let's see. ഇപ്പം തന്നെ ടൈം കാണിക്കുന്നത് 5 മണിയാണ്. നമ്മളെപ്പോൾ എത്തുമെന്ന് അറിയില്ല. നോക്കാം. ഈ ട്രാഫിക്കും ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ട്രാഫിക് കാരണമാണ് നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. Make a U-turn, then turn left. In 600 meters, turn right. ഇപ്പോൾ കാണിക്കുന്ന ടൈം 4:41. നമുക്ക് അത് ഈ ടൈം മാറുന്നൊരു സമയത്ത് കൂടി ഞാനത് എടുക്കാം. കാണിക്കുന്നില്ലേ? ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഹൈവേ കയറുന്നത്. നമ്മളല്ലെങ്കിൽ 6 മണിക്ക് ബാംഗ്ലൂർ കഴിയത്തോടി ഉണ്ടാവില്ല. ഇപ്പോൾ സീംസ് നമ്മൾ തിരുനെൽവേലിയില്ല, നാഗർകോവിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. നാഗർകോവിൽ 2:30 കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 3:30 ആകുമ്പോൾ എത്തുമായിരിക്കാം നാഗർകോവിൽ. ഐ തിങ്ക് നമുക്ക് വഴി തെറ്റി ഗൈസ്. സോ നമ്മൾ തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരവണ ഭവനിലാണ് കയറിയത്. ശരവണ ഭവൻ പക്ഷേ വെജല്ല, നോൺ വെജാണ്. അവരതാണ്, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പേര് ശരവണ ശരവണ പൊറോട്ട അങ്ങനെ എന്തോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ വലിയ തിരക്കില്ല. ഇപ്പോൾ രാവിലെ ഇപ്പോഴത്തെ സമയം ഒരു 8 മണി കഴിഞ്ഞ് 8 മിനിറ്റാണ്. എൻ്റെ സൗണ്ട് കേട്ടുകൂടായിരിക്കാം, ബിക്കോസ് ഫാനിൻ്റെ സൗണ്ട് ഉള്ളത് കൊണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇനി അടുത്ത് ലഞ്ച് കഴിക്കാൻ ഇറങ്ങുമ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കാം. പക്ഷേ ലഞ്ച് കഴിക്കാൻ ഇറങ്ങാൻ നേരത്തെ ഇതുപോലെ സൗണ്ട് കേൾക്കുമെന്ന് എനിക്കറിയില്ല. മസാല ദോശ, ഇത് മറ്റേ പീനട്ടും തേങ്ങയും കൂടെ വെച്ചിട്ടുള്ളൊരു കറി, പിന്നെ സാമ്പാർ, പിന്നെ ഇതെന്താ, ഇത് നമ്മുടെ ചമ്മന്തിക്കറി എന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ മസാല ദോശ, പിന്നെ ഒരു മസാല ദോശ വന്നിട്ടുള്ളൂ. നമ്മൾ 2 മസാല ദോശ പറഞ്ഞു, പിന്നെ ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് ഇൻ ഫോൺ.
സാറേ ഇങ്ങോട്ട് നോക്കൂ. നമ്മുടെ ദോശ വന്നിട്ടുണ്ട് ഗൈസ്. നല്ല നല്ല ടേസ്റ്റുള്ള ദോശ. ഇനി ദോശ എടുത്ത് നമ്മുടെ ചമ്മന്തിയിൽ മുക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. സോറി, എനിക്കതൊന്നും കാണിക്കാനുള്ള അറിയില്ല. പിന്നെ കാണാം. ബൈ. ഗൈസ്, നമ്മളങ്ങനെ ഇപ്പോൾ ആസിഫ് ബിരിയാണിയിലാണ് ലഞ്ച് കഴിക്കാനായിട്ട് കയറിയത്. നല്ല തിരക്കാണ്. ഇത് ഇവിടെ തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരു ഔട്ട്ലെറ്റിലാണ് കയറിയത്. നല്ല തിരക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഫുഡ് കഴിക്കണം. ഫുൾ ടയേർഡാണ് രണ്ടുപേരും ടയേർഡാണ്. ഒക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ചു പോകണം. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒരിടത്ത് നിർത്തില്ല. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിനി വീഡിയോ എടുക്കുമെന്നും എനിക്കറിയില്ല. മേ ബി ഇത് എൻഡ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ചിലപ്പോൾ എനിക്കിനി കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കൺക്ലൂഡ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്തത്. ബൈ ഗൈസ്.